ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. പാളയും പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിലെടുക്കാം. ഇത് കുറച്ച് നീളമുള്ളതായിരിക്കണമെന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് ബ്ലാക്ക് അക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് മൊത്തം ഒന്ന് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് നീളമുള്ള ഏത് ബോട്ടിൽ വേണേലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന ബോട്ടിലൊന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ മൊത്തം ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാളയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മേളിലൊരു തിളക്കമുള്ള ഒരു ഭാഗമുണ്ട്, അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് മഴയൊക്കെ പെയ്ത് കിടന്നുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വേഗം നമുക്ക് ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ ഉണങ്ങിയ പാളയാണെങ്കിൽ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് നല്ല രീതിയിലൊന്ന് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഇതങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും. പാളയുടെ മുഴുവൻ ഭാഗവും നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡാണേലും കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ട്, അത് നമുക്ക് നടുക്കത്തെ ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിയാണ് യൂസ് ചെയ്യുന്നത്. മൂർച്ചയുള്ള കത്തിയാണ്, എല്ലാവരും സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവൂ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ കട്ടിയുള്ള ഭാഗം ഒന്ന് ഇളകി കിട്ടും. കുറച്ചൊന്ന് ഇളകി കിട്ടിയാൽ നമുക്കിതുപോലെ ഇങ്ങനെ വലിച്ചിങ്ങെടുക്കാവുന്നതാണ്. മൊത്തം ഇങ്ങനെ ഇളക്കിയൊന്ന് നമുക്ക് എടുക്കാൻ പറ്റും. രണ്ട് ഭാഗത്തെ ആ കട്ടിയുള്ള ഭാഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പം ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഇത് വെച്ച് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കത്രിക വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇതളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നേരെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിലോട്ടോ വല്ലതും ഒന്ന് വരച്ചിട്ട് അത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ഇതള് പോലെ തന്നെ കിട്ടും. ഇപ്പം ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൂവിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഇത്രയും ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പാളയൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പൂവുണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയാണ്. അത് കാണാനായിട്ട് പെയിൻ്റൊന്നും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇതുപോലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു നൂൽ കമ്പി എടുത്തിട്ട് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. പുറകിലോട്ട് ഈ കമ്പി ഒന്ന് വളച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ബലത്തിന് വേണ്ടിയിട്ടാണ്, ചെറുതായിട്ട് ആ കമ്പി അവിടെ നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പുറകോട്ടൊന്ന് വളയ്ക്കുക, ഒന്ന് തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ കമ്പി വെച്ചിട്ട് മൊത്തം ഒന്ന് ചുറ്റിയെടുക്കണം. പൂവിൻ്റെ ആ നടുക്കത്തെ ആ ഭാഗമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നല്ലതായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. മൊത്തം ഒന്ന് ചുറ്റി എടുത്ത് നമുക്ക് നൂല് വെച്ചിട്ട് അതൊന്ന് കെട്ടിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പാളയാണ്ട് ചിലപ്പം പെട്ടെന്ന് ഊരിപ്പാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ നൂലിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. ഇത് മൊത്തം കെട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഇതള് ഒന്ന്
കത്രിക വെച്ചിട്ട് ഒന്ന് വളച്ചെടുക്കുക. ചെറിയൊരു കട്ടിയുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് വളയ്ക്കുമ്പോഴത്തേക്കും ആ ഇതളിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഇതളായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഓരോ ഇതൾ കെട്ടി കഴിയുമ്പോഴും നമ്മൾ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം. മൊത്തം കൂടെ കെട്ടാനായിട്ട് ചെയ്യില്ല, ഓരോ ഇതളും ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഊരി വരും. ഇടയ്ക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗ്ലൂവും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലതായിട്ട് ഇരുന്നോളും, ഇളകിയൊന്നും വരാതെ നല്ലതായിട്ട് ഇരുന്നോളും. അങ്ങനെ എല്ലാ സൈഡും നമുക്കൊന്ന് 2 സൈഡും ഇപ്പം ഇതൾ വെച്ചു. അങ്ങനെ ഓരോ ഇതൾ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. നമുക്ക് 4 ഇതൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 6 ഇതൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ 4 സൈസിലുള്ള പൂവാണ് ചെയ്തെടുക്കുന്നത്. തീരെ കുഞ്ഞതും വലുതും അങ്ങനെ 4 സൈസിൽ ചെയ്തെടുക്കുവാണ്. നമുക്ക് വലുപ്പം എന്താ വേണ്ടതെന്നനുസരിച്ച് ആ ഇതൾ വെട്ടുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ പൂക്കളാണ് വേണ്ടെങ്കിൽ കുഞ്ഞിതളുകൾ കട്ട് ചെയ്തെടുക്കുക, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇത് നമുക്ക് മൊത്തം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇവിടെ ഞാൻ 6 ഇതളാണ് ആദ്യത്തെ പൂവിന് വയ്ക്കുന്നത്. 4 ഇതളാകുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ മുഴുവൻ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. മൊത്തം 4 പൂ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പല സൈസിൽ. അത് കഴിഞ്ഞിട്ട് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡിലെടുത്തിട്ട് ഇതൊന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ പൂവാണെങ്കിൽ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിതിന് പ്രത്യേകിച്ച് സ്റ്റിക്കൊന്നും പൂവിലോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. പൂവാണെങ്കിൽ അതിലോട്ട് ഡയറക്റ്റ് നമ്മളങ്ങ് ഒട്ടിക്കുവാണ്. ചരിച്ച് വെച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ ലീഫും ഒന്ന് വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ബോട്ടിൽ റെഡിയാണ്. ഇതുപോലെയൊക്കെ പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.